നിങ്ങൾ കുറെ നേരം ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്ന ആളുകളാണോ? നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള മടിയുള്ള ആളുകളാണ് എങ്കിൽ നിങ്ങൾക്ക് രണ്ട് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ഒന്ന്, കാലിലേക്ക് വരുന്ന വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞ പ്രശ്നം. രണ്ടാമത്, നടുവേദനയോ അല്ലെങ്കിൽ പ്രമേഹമോ. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഉറപ്പായും പ്രതീക്ഷിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൈ മസിലാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കലോറീസിനെ ബേൺ ചെയ്യാൻ സഹായിക്കുന്ന മുഖ്യ ഘടകം. നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഈ തൈ മസിലാണ് കൂടുതലും ആക്റ്റീവ് ആവുകയും ഇനാക്റ്റീവ് ആവുകയും ചെയ്യുക. അപ്പോൾ കൂടുതൽ ഇരിക്കുന്ന ആളുകളിൽ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന എനർജി അല്ലെങ്കിൽ കലോറി യൂസ് ആവാത്തത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ അത് മേധസ് അല്ലെങ്കിൽ ഒബേസിറ്റി എന്ന് പറഞ്ഞ ഒരു ലെവലിലേക്ക് പോവുകയും ഇത് പിന്നീട് ഒന്നെങ്കിൽ വെരിക്കോസ് വെയിൻ അല്ലെങ്കിൽ ശരീരത്തിലേക്ക് പോഷണം വരാത്ത രീതിയിലുള്ള അസ്ഥികളുടെ ബലക്കുറവ് അല്ലെങ്കിൽ ഓവർ ന്യൂട്രീഷ്യസ് ആയിട്ട് വരുന്ന പ്രമേഹം, ഇതിലേതെങ്കിലും ഒരു അവസ്ഥയിലേക്ക് ഫ്യൂച്ചറിലേക്ക് കൺവേർട്ട് ആവാൻ സാധ്യതയുണ്ട്. ഒരുപാട് നേരം ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ദിവസത്തിൽ ഒരു 20 മിനിറ്റ് എങ്കിലും കാലിന്റെ തുടമസിലിന് എന്തെങ്കിലും വർക്കൗട്ട് വരുന്ന രീതിയിൽ സൈക്ലിങ്ങോ ഓർബിറ്റ് ട്രെക്കോ അല്ലെങ്കിൽ നടത്തമോ അങ്ങനെ എന്തെങ്കിലും ഒരു 20 മിനിറ്റ് നേരത്തേക്ക് കണ്ടിന്യൂസ് ചെയ്താൽ ഈ പറഞ്ഞ പ്രശ്നം നമുക്ക് ഫ്യൂച്ചറിൽ വരാതെ സൂക്ഷിക്കാം. തൈ മസിൽ വർക്കായിട്ട് ശരീരം വേർക്കുക.